കളാണ്ടിത്താഴം ദർശനം സാംസ്കാരിക വേദി ഊർജ്ജകിരൺ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. വേനൽക്കാലത്തെ ഊർജ്ജ സംരക്ഷണത്തെക്കുറിച്ച് ബോധവൽക്കരണം നൽകുന്നതായിരുന്നു പരിപാടി. തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വൈദ്യുതി ബോർഡ്, എനർജി മാനേജ്മെന്റ് സെന്റർ കേരള, ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി എന്നിവയുടെ നേതൃത്വത്തിൽ അത്താണിക്കൽ പ്രോഗ്രസീവ് ഗ്രന്ഥാലയവുമായി സഹകരിച്ച് കാളാണ്ടിത്താഴം ദർശനം സാംസ്കാരിക വേദി ഊർജ്ജകിരൺ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പ്രോഗ്രസീവ് ഗ്രന്ഥശാലയിൽ നടന്ന വേനൽക്കാല ഊർജ്ജ സംരക്ഷണ പ്രചാരണം തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. 90% എണ്ണ മുഴുവൻ നമ്മൾ പുറത്തു പോയിട്ട് നമ്മളുടെ കാര്യങ്ങൾ നടക്കും. അതുപോലെ അതുണ്ടാക്കി വെക്കുന്ന ഒരു ദ്രോഹം ചെറുതാണ്. എന്തുകൊണ്ടാണ് ഈ ക്യാൻസർ അത്ര വ്യാപകമായിട്ടുള്ള പ്രധാന കാരണമാണ് അന്തരീക്ഷ മലിനീകരണം. അത് ഈ വാഹനങ്ങൾ സൃഷ്ടിക്കുന്നത് ഒരു ചെറിയ തോതിലല്ല. പലപ്പോഴും എല്ലാ വീട്ടിലും എന്തെങ്കിലും വാഹനമില്ലാത്ത ആരും ഉണ്ടാവില്ല. ഒരു വീട്ടിലൊന്നും കേരളത്തിൽ ഉണ്ടാവില്ല. ഉറപ്പാണ്. ഇപ്പോൾ 2 വീലറിംഗ് ഇല്ലാത്തൊരു വീട് നമ്മൾ എവിടെയെങ്കിലും ഉണ്ടാവും. 72ാം വാർഡ് കൗൺസിലർ MK മഹേഷ് അധ്യക്ഷനായി. കോഴിക്കോട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി V സുരേഷ് ബാബു, KSEB വെസ്റ്റ് ഹിൽ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രജനി P നായർ, നെസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KP മോഹൻദാസ്, ലൈബ്രറി പ്രസിഡന്റ് K പവിത്രൻ, സെക്രട്ടറി I ദിനേശൻ എന്നിവർ പ്രസംഗിച്ചു. എന്താണ് ഊർജ്ജ പ്രതിസന്ധി, എങ്ങനെ പ്രതിരോധിക്കാം എന്ന വിഷയത്തിൽ വടകര നോർത്ത് ഇലക്ട്രിക്കൽ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ D ദിബിൻദാസ് മുഖ്യപ്രഭാഷണം നടത്തി. ആശാ ശശാങ്കൻ, ADS ചെയർപേഴ്സൺ T സജിത എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. കോർപ്പറേഷൻ നോർത്ത് CDS മെമ്പർ PR ഷിജു സ്വാഗതവും ദർശനം പരിസ്ഥിതി വേദി കൺവീനർ P ബാബുദാസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചൂട് അസഹ്യമായതോടെ വളർത്തുമൃഗങ്ങളും പരിഭ്രാന്തിയിലാണ്. മൃഗസംരക്ഷണ